പാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നികേഷ് ചേട്ടന്മാർ രണ്ടുപേരും വരുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് മോനെ പനിയെന്ന് വെച്ച് സുഭാഷ് ഏട്ടനെ ഇരുത്തിരിക്കും. അപ്പോൾ പറയും ഒരു കുഴപ്പമുണ്ടായില്ല ഏട്ടാ, ഏട്ടത്തിയമ്മ എന്നെ പൊന്നു പോലെ നോക്കിയത്, മരുന്നും വെള്ളവും നേരത്തിന് ഭക്ഷണവും ഒക്കെ തന്ന് നല്ല കുറവുണ്ട്. മരുന്നിനേക്കാളും കേട്ടത്തിന് സ്നേഹവും പരിചരണം ഇഷ്ടപ്പെട്ടു. ഒരമ്മ ചെയ്യണ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുഭാഷിന് വിഷമമായി. അപ്പോൾ സുഭാഷ് പറയും ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഹരീഷ് അവിടെ ഇരിക്കണ്ടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഡോക്ടറെ അടുത്ത് പോകണോ? ഏയ് വേണ്ട ഏട്ടാന്ന് പറയും. എന്നിട്ട് പറയും ഒരു പക്ഷേ സുഭാഷ് ഏട്ടൻ നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ സ്നേഹം നേരത്തെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് പറയാൻ പറ്റില്ലടാ, കാരണം വരുന്ന പെണ്ണുങ്ങളെ സ്വഭാവം പോലെ ഇരിക്കും. അത് ശരിയാന്ന് പറയും. അപ്പോഴത്തേക്കും നിധി വരും. എന്താ ചേട്ടനും കൂടി സംസാരം? ഒന്നുമില്ല ഏട്ടത്തിന്ന് പറയും. ഹരീഷ് ഒന്ന് നീതുനായിട്ട് വഴക്കിട്ടോ എന്ന് ചോദിക്കും. അതേ ഏട്ടത്തി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. നീതും ഇങ്ങോട്ട് നേരെ വന്നിരുന്നു എന്ന് പറയും. അവൾ ഇങ്ങോട്ടും വന്നു, അവളെ കൊണ്ട് വല്ലാത്ത ശല്യമായില്ല. സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? നീതുവിൻ്റെ മനസ്സിലൊന്നുമില്ല, ഹരീഷിൻ്റെ മനസ്സിലൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ഷാട്ടിക്കാരുമാണ്. അങ്ങനെ ആയി ശരിയാവോ? ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? നാളെ നീതു വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ നീതു വരുമ്പോൾ ഹരീഷ് സംസാരിക്കണം കേട്ടോ എന്ന് പറയും. സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹരീഷ് വേഗം എഴുന്നേറ്റ് പോകും. ഹരീഷ് ചേട്ടനും നീതൊന്നും വലിയ സെറ്റാകുമെന്ന് തോന്നുന്നില്ല, രണ്ടുപേരും രണ്ട് വഴിക്കാവും എന്ന് പറഞ്ഞപ്പോൾ പോടാ അവിടെ നിന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് പറയും മോളെ എന്നിട്ട് വൈകുന്നേരത്തേക്ക് വേണ്ടത് ദോശമാവ് ഇരിപ്പുണ്ടല്ലോ ഏട്ടാ, ദോശ മതി രാത്രി കേൾക്കിന്ന് പറയും. ആണോ, എന്നാൽ ഞാൻ ചമ്മന്തി അരയ്ക്കാമെന്ന് പറയും. വേണ്ട ഏട്ടാ, രാവിലത്തെ സാമ്പാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കഴിച്ചില്ലേന്ന് ചോദിക്കും. കഴിച്ചു, അത് ബാക്കിയുണ്ട്, ഞാനത് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് മതി എന്ന് പറയും. ഒരു ചട്നി അരക്കട്ടെ? വേണ്ട, മോളിവിടെ സംസാരിച്ചിരിക്കും, ഞാൻ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അടുക്കളയിലേക്ക് സുഭാഷ് പോകും. അതിനുശേഷം 4 പേരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നിധി ഇങ്ങനെ വാതിൽക്കലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് മോൾ ആരെയും നോക്കണേന്ന് ചോദിക്കും. അല്ല സുഭാഷ് ഏട്ടാ, സുധീഷിനെ കണ്ടില്ലല്ലോ, സാധാരണ 7 മണിക്ക് വരുന്നതല്ലേ എന്ന് പറയും. അപ്പോൾ സുഭാഷിൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. ഹരീഷിൻ്റെയും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. അത് വന്നോളും, അവൻ നേരത്തിനൊന്നുമില്ല, അവന് വല്ല ഓട്ടം ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറയും. എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയും. അപ്പോഴത്തേനും സുധീഷ് ഹരീഷിനെ വിളിച്ച് പറയും എനിക്കൊരു ഓട്ടം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരം വൈകോടാ, വാതിലടയ്ക്കേണ്ടാന്ന് സുഭാഷ് ഏട്ടനോട് പറഞ്ഞോളാൻ പറയും. ശരി പറയാമെന്ന് പറയും. അങ്ങനെ സുധീഷ് ആണെങ്കിൽ ആ കസ്റ്റമറെ കാത്തിക്കണ്. പറയും ട്രാവൽസിൽ നിന്ന് ഞാൻ വന്നത്, ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം. ഞാൻ തന്നെ വിളിച്ചത്, വായോ എന്ന് പറഞ്ഞ അയാൾ സുധീഷിനെയും കൂട്ടി പോകും. അതിനുശേഷം വീണ്ടും സുഭാഷ് പാത്രമൊക്കെ കഴുകി വന്നിട്ട് നിധി ഹാളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്താ മോളെ, എന്താ ടെൻഷൻ എന്ന് ചോദിക്കും. അതല്ല, സുധീഷ് ഈ നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് പറയും. അച്ഛനും ചേട്ടനും അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു ടെൻഷനാണ്, ഞാൻ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മരണം വരെ സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയും. അപ്പം സുഭാഷ് പറയും മോള് പേടിക്കണ്ട, അവന് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷിനെ വിളിച്ചിട്ടുണ്ടായി, അതെന്ന് പറയും. മോള് പോയി കിടന്നാ അതൊന്നും പ്രശ്നമാക്കണ്ടെന്ന് പറയും. എന്നാൽ ഞാനൊന്ന് വിളിക്കട്ടെ എന്നിട്ട് കിടക്കാന്ന് പറയും. എന്നാൽ മോള് പോയി വിളിച്ചോളാൻ പറയും. അങ്ങനെ ഫോൺ നിധി വിളിക്കുന്നു. അപ്പോൾ ഡ്രൈവർ സുധീഷ് ഡ്രൈവിലാണ്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ, വൈഫിന് വിളിക്കണേന്ന് പറയും. സംസാരിച്ചോ, വണ്ടി ഒതുക്കിയിട്ടിട്ട് സംസാരിക്കട്ടാന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് നിധി വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെയാന്ന് ചോദിക്കും. ഒരു ഓട്ടം ഉണ്ട്, എന്താന്ന് ചോദിക്കും. അല്ല 7 മണിയായിട്ട് കാണാണ്ടായപ്പോൾ വിളിച്ചതാന്ന് പറയും. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? നിധിക്ക് വല്ലതും വാങ്ങണോ? എനിക്കൊന്നും വേണ്ട, കാണാണ്ടായപ്പോൾ ഒന്ന് വിളിച്ചതാന്ന് പറയും. എന്നാൽ ശരി കുഴപ്പമില്ല, പോയി കിടന്നുറങ്ങിക്കോളാൻ പറയും. അങ്ങനെ നിധി പോയി കിടക്കും. സുഭാഷിനോട് പറയും വിളിച്ചിട്ടാ വൈകും വരുമ്പോൾ എന്ന് പറഞ്ഞ് കിടക്കും. അപ്പോൾ നമ്മുടെ ഹരീഷ് നികേഷും എന്ന് പറയും ഏട്ടത്തേക്ക് സുധീഷ് ഏട്ടനെ കാണാണ്ട് ചെറിയ ടെൻഷനുണ്ട്, ഇതൊരു ഇഷ്ടമാവുമോ എന്ന് ചോദിച്ചു പറയും. നിങ്ങളത് നല്ലതാക്കാനും ചീത്തയാക്കാനും നിൽക്കണ്ട, ആ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല, അവൾക്ക് സ്വയം തോന്നട്ടെ, അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായോ എന്ന് ചോദിക്കും. ശരി എന്ന് പറയും. അങ്ങനെ ഒരു 3 പേരും കൂടെ എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നിധി ഒരു സ്വപ്നം കാണുന്ന സുധീഷിന് അച്ഛനും ബന്ധുക്കളൊക്കെ കൂടിയിട്ടിട്ട് അടിക്കുന്നതും ഇങ്ങനെ കെട്ടിയിട്ടതൊക്കെ ഓർത്ത് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ സുധീഷിൻ്റെ വണ്ടി വരാന്തയിൽ വരും. അപ്പോൾ വേഗം നിധി ചെന്ന് ഡോർ തുറക്കും. അപ്പം നമ്മുടെ ഹരീഷ് ഇത് കാണുന്നുണ്ടാവും, കിടന്നിട്ടുണ്ടാവില്ല. ഹരീഷ് വേഗം എഴുന്നേൽക്കും. അപ്പം സുധീഷ് ചോദിക്കും എന്താ താൻ ഡോർ തുറന്നത്? സുഭാഷ് ചേട്ടനില്ലേ, ഞാൻ ഡോർ അടയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇയാൾ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉറങ്ങിയിട്ടുണ്ടായില്ല, ഇയാളെ നോക്കിയിരിക്കുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സേഫായി എത്തിയല്ലോ. ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും. ഇല്ല, കഴിച്ച് കിടന്നോളൂ എന്ന് ചോദിക്കും. കിടന്നോളാം, ഞാൻ കിടന്നോട്ടെ എന്ന് പറയും. കിടന്നോ പോയിട്ടെന്ന് പറയും. അങ്ങനെ നിധി പോയി കിടക്കും. സുധീഷ് കൈയും കാലൊക്കെ കഴുകായിരിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ഇടി, ഉറക്കനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കും സുധീഷ്. എന്താടോ അത്, എനിക്ക് നന്നായി വേദനിച്ചിട്ടാ, അല്ലാണ്ട് തന്നെ മേലൊക്കെ ഇടി കിട്ടി പഞ്ചറായിട്ടിരിക്കുന്നു എന്ന് പറയും. അത് തന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതെന്ന് പറയും. എന്ത് സന്തോഷ വാർത്ത എന്നറിയും. ഏട്ടത്തി ഇയാൾ വരാണ്ടായപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കണ്ടായിരുന്നു, ടെൻഷൻ അടിച്ചിട്ട് ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. ആണോ, എനിക്ക് തോന്നി അവൾ അച്ഛനെന്നെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ചെറിയൊരു
ഒരടുപ്പം സഹതാപം ഉണ്ടെന്ന് പറയും. അത് സഹതാപം എന്നല്ലടോ, പ്രണയം തന്നെയാണെന്ന് പറയും. ആണോ? സഹതാപം ആയാലും എനിക്ക് കുഴപ്പമില്ലടാ, പ്രണയം ഞാൻ അങ്ങനെ ആക്കി എടുത്തോളാം എന്ന് പറയും. പറയും ആ ശരി, ഞാൻ ആ സന്തോഷ വാർത്ത പറയാൻ വിളിച്ചാണെന്ന് പറയും. അനിയാന്നില്ല എന്ന് പറയും. അപ്പോൾ എന്താ ഇങ്ങോട്ട് വന്നേന്ന് പറയും. അപ്പോൾ സുധീഷിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹരീഷ് ചെല്ലും. നാട്ടുമ്പുറത്തേക്ക് നോക്കി ഒരൊറ്റടി സുധീഷ് ഹരീഷിൻ്റെ അടിക്ക് ഇപ്പോൾ ശരിയായിട്ടാ സമയമായി പൊക്കോളം പറയും. എടോ ഏട്ടത്തേക്ക് തന്നോട് ഒരു ചുക്കൂലടോ, കോരത്തെ ദുഷ്ടാന്നൊക്കെ പറയും. ഇല്ലെങ്കിൽ ഞാൻ സഹിച്ചിടാന്ന് പറഞ്ഞിട്ട് ഒരു ചെരുപ്പെടുത്ത് വീണ്ടും എറിയും. അങ്ങനെ ഹരീഷ് വേഗം അകത്തേക്ക് ഓടും. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. സുധീഷ് നമ്മുടെ നികേഷിനോട് ചോദിക്കണ്ട, ആ പനി എങ്ങനെയുണ്ട്, കുറവായ? നല്ല കുറവുണ്ട്. ഏട്ടത്തി എന്നെ പൊന്നു പോലെയാണ് നോക്കിയത്. ഷോടാ, ഇത് വല്ലാത്തൊരു കഷ്ടമായല്ല. എന്താന്ന് ചോദിക്കും. നോക്കാൻ പാടില്ലേ? അതല്ല, നിനക്കും ഹരീഷിനും പ്രിയപ്പെട്ട ഏട്ടത്തി, സുഭാഷ് ഏട്ടന് പ്രിയപ്പെട്ട അനിയത്തി, ഞാൻ മാത്രം അന്യൻ എന്ന് പറയും. അത് കയ്യിലിരിപ്പിൻ്റെ എന്ന് പറയും. മര്യാദയ്ക്ക് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇന്നലെ തന്നെ ഏട്ടത്തി ഏട്ടനെ കാണാണ്ടായപ്പോൾ ഒരുപാട് നേരം നോക്കി നിന്നെന്ന് പറയും. ആണോ എന്ന് പറയും. അപ്പോഴത്തേനും പറയും, അതേ അപ്പം എൻ്റെ മുല്ലയും പൂക്കോലടാന്ന്. മുല്ലേ മാവല്ലേ എന്ന് പറയും. മാവൊക്കെ അല്ല, ഇപ്പം പ്രണയത്തിന് മുല്ലേന്ന് പറഞ്ഞ് എൻ്റെ മുല്ലപ്പൂവും പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടും. അപ്പോൾ നിധി അലക്കിയതും കൊണ്ട് വരെയായിരിക്കും. ആരാ നികേഷ് അവിടെ കരയണേന്ന് നോക്കിയേ. കരയണോ? എവിടെ? ഒരു കഴുതരാഗം പോലെ കേട്ടല്ലോ എന്നറിയും. അതിങ്ങേര് പാട്ട് പാടിയാണെന്ന് പറയും. അതല്ലേ, സുധീഷായിരുന്നോ? ഞാൻ കഴുതി എന്ന് വിചാരിച്ചു പറഞ്ഞ് തുണികളൊക്കെ കൊണ്ടിടാം, ഇന്ന് നോക്കിക്കോടാ, ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. നികേഷ് അത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ട് അവിടെ തിണ്ണയിലിരിക്കും. ഹരീഷ് വന്ന് കൂടിരിക്കും. എന്താന്ന് ചോദിക്കും. നാടകം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ നാടകം കാണാൻ വേണ്ടി അനിയന്മാർ രണ്ടുപേരും കാത്തിരിക്കുന്നു. അങ്ങനെ സുധീഷ് ആണെങ്കിൽ നിധിയുടെ അടുത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി അഭിനയിക്കണ്. എന്നെ നില കാത്തിരുന്നല്ലേ, എനിക്ക് സന്തോഷമായി. എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. സുഭാഷ് ഏട്ടൻ മാത്രം വല്ലപ്പോഴും ഒന്ന് കാത്തിരിക്കുള്ളൂ. ഇവന്മാരെന്നെ കാണാണ്ടായി ഒന്ന് വിളിക്കുക പോലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ തുടയ്ക്കുന്നു. ഞാൻ പറഞ്ഞതേ, അച്ഛനും ചേട്ടനും സുധീഷിനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നുള്ള സമാധാനക്കുറവുകൊണ്ടാണ് ഞാൻ ഉറക്കുളച്ച് നോക്കിയിരുന്നത്. അല്ലാണ്ട് അതിൽ വേറെ അർത്ഥമൊന്നും കാണണ്ട, മനസ്സിലായ എന്ന് പറഞ്ഞ് ആകെ ചമ്മും സുധീഷ്. അതിനിപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ആകെ ചമ്മി നിധി അങ്ങോട്ട് പോകും. അപ്പോൾ അനിയന്മാർ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലും, കളിയാക്കിക്കൊണ്ട് പറയും, എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ഇയാൾക്ക് ഇപ്പോൾ ഇതിൻ്റെന്ന് ചോദിക്കും. എന്തേന്ന് ചോദിക്കും. എന്തായാലും ഏട്ടത്തി കാത്തിരുന്നത് ചെറിയൊരു ഇഷ്ടം കൊണ്ട് തന്നെയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അത് ചെന്ന് ചോദിച്ച് ഓവറായിട്ട് അഭിനയിച്ച് കണ്ണീരൊഴുക്കി കള്ളക്കണ്ണീരൊഴുക്കി, ഇത് തന്നെയാണ് സുധീഷ് ഏട്ടൻ്റെ ആകെ കുഴപ്പം. ഒന്നും അങ്ങോട്ട് അറിയില്ല, ഓവറായിട്ട് അങ്ങോട്ട് അഭിനയിക്കും എന്ന് പറയും. ആണോ? ആണ്, മോശമായി എന്ന് പറയും. വാടാ എന്ന് പറഞ്ഞിട്ട് ചേട്ടനനിയനെയും വിളിച്ച് അവർ പോകും. സുധീഷ് ഇങ്ങനെ ആകെ നാണം കെട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് പുതിയൊരു ജോലിക്ക് പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. ജോലി കിട്ടിയിട്ടുണ്ട്, എന്തായാലും സുധീഷ് കൊണ്ടാക്കണം. പക്ഷേ സുധീഷ് കാറിലിരുന്നിട്ട് ഇപ്പോൾ വലിയ ഗൗരവമാണ്, ആദ്യത്തെ പോലെയല്ല. അപ്പം എന്തൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കും. ഒന്നുമില്ല, നമ്മളെന്ത് മിണ്ടാന്, നമ്മൾ എന്തെങ്കിലും മിണ്ടിയാൽ അത് വേറൊരർത്ഥത്തിൽ എടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സുധീഷിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമാവും എന്നുള്ളത് സത്യം തന്നെയാണ്. എൻ്റെ അച്ഛനും അത്രയ്ക്ക് ദുഷ്ടതരല്ല ചെയ്തത്, അതുകൊണ്ടാണ് സോറി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷിൻ്റെ മനസ്സൊന്നും അലിയുന്നുണ്ട്. അങ്ങനെ പുതിയ ഓഫീസിലേക്ക് പോകുന്ന നിധിനെയും സുധീഷിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.